2024 വിഷുഫലം കാർത്തിക മുക്കാല് രോഹിണി മകയിരം അര നക്ഷത്രക്കാർക്ക്. ഇത് കൂറുവെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പൊതുവെ മോശം വർഷമാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ എല്ലാമാണ് കാണുന്നത്. എന്നാൽ കൂറ് മാത്രം വെച്ചല്ല നോക്കുന്നത്, ജനിച്ച മാസവും കൂടി ചേർത്ത് വെച്ചാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ജനിച്ച മാസവും കൂറും അത് നക്ഷത്രവും വെച്ച് നോക്കുമ്പോൾ ഓരോ മാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം എന്താണെന്ന് ഇനി നോക്കാം. മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് കർക്കിടകം, തുലാം, കുംഭമാസങ്ങൾ പൊതുവെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. വിദേശത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വല്ല ഇടപാടുകൾക്കോ എല്ലാം പറ്റിയ മാസമാണ്. കുടുംബപരമായിട്ട് നല്ലതാണ്, സാമ്പത്തികപരമായിട്ട് നല്ലതാണ്, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടാം. പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല മാസമാണ്. എന്നാൽ ചിങ്ങവും മീനമാസവും മോശമായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട്. ഇടവമാസത്തിൽ ജനിച്ചവർക്ക് കുംഭമാസമാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു മാസം. അപ്പം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട്. ജോലി, പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുംഭമാസമാണ് നല്ലതായിട്ട് കാണുന്നത്. എന്നാൽ മേടം, കന്നി മാസങ്ങൾ പൊതുവെ മോശമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം മോശമാണ്. തൊഴിൽപരമായിട്ട് മോശമാണ്. ജോലി, പ്രമോഷൻ ഇതിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് മേടം, കന്നി എന്നത്. ഇനി മിഥുനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഇടവം, ചിങ്ങം, വൃശ്ചിക മാസങ്ങളും പൊതുവെ വളരെ മോശമായിട്ട് കാണുന്നുണ്ട്. ഇടവം, ചിങ്ങം, വൃശ്ചിക മാസങ്ങൾ അച്ഛനും മക്കൾക്കും എല്ലാം, ഗ്രാൻഡ് പാരൻസിനും എല്ലാം സമയം മോശമാണ്. ട്രാൻസ്ഫർ ഉണ്ടാകാം. കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ സമയമല്ല. പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, വേണ്ടാത്ത കേസിലെല്ലാം കൊണ്ട് തലയിടേണ്ടി വരിക, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, ടെൻഷനെല്ലാമാണ് ഇടവം, ചിങ്ങം, വൃശ്ചിക മാസങ്ങളിൽ പ്രത്യേകിച്ച് കാണുന്നത്. എന്നാലും കുറച്ചെങ്കിലും ആവറേജ് സമയമായി കാണുന്നത് കർക്കിടകം, കുംഭം, മീനമാസങ്ങളിലാണ്. അപ്പോൾ എന്തെങ്കിലും വരുന്ന വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കർക്കിടകം, കുംഭം, മീനമാസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഭംഗി. ഇനി കർക്കിടക മാസത്തിലാണ് ജനിച്ചതെങ്കിൽ കർക്കിടകം, തുലാം, കുംഭം, മീനമാസങ്ങൾ നല്ലതായിട്ട് കാണുന്നു. എല്ലാ കാര്യത്തിലും വിജയം നേടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാസമാണ്. ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാം നല്ലതാണ്. ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നത് ഈ മാസങ്ങളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. എന്നാൽ മിഥുനം, കന്നി, വൃശ്ചികം, ധനുമാസങ്ങൾ വളരെ മോശമായിട്ട് കാണുന്നു. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് മോശമാണ്. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് മോശമാണ്. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയൊരു നല്ലൊരു സമയമല്ല അത്. ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ കുംഭമാസമാണ് നല്ലതായിട്ട് കാണുന്നത്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. ഇപ്പം വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുംഭമാസത്തിലാണ് കണ്ടെത്താൻ സാധ്യത. തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാനെല്ലാം സാധ്യതയുള്ളൊരു മാസം കുംഭമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുംഭത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ ധനു, മകരമാസങ്ങൾ ഇതിനൊന്നും പറ്റിയ സമയമല്ല. വ്യക്തിപരമായ പ്രശ്നങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷന് തടസ്സങ്ങൾ, തൊഴിൽപരമായ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ ഒരു മാസമല്ല ധനു, മകരം. കന്നിമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് കർക്കിടകവും തുലാമാസവുമാണ് നല്ലതായിട്ട് കാണുന്നത്.
അച്ഛനും മക്കൾക്കും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. യാത്രകൾ, ഉല്ലാസയാത്രയെല്ലാം പോകണമെങ്കിൽ ആ മാസങ്ങളിൽ പോകുന്നതാണ് നല്ലത്. കുറച്ച് ഭാഗ്യമെല്ലാം ഉള്ളൊരു മാസമാണ്. പിതാവിനും മക്കൾക്കും എല്ലാം മാസം നല്ലതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ചിങ്ങം, വൃശ്ചികം, മകരമാസങ്ങൾ പൊതുവെ മോശമായിട്ട് കാണുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വല്ല കേസിലൊന്നും കൊണ്ട് തലയിടരുത്, ശത്രുത ഉണ്ടാകാം. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ജോലിക്ക്, പ്രൊമോഷനെല്ലാം തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. തുലാമാസത്തിലാണ് ജനിച്ചതെങ്കിൽ കർക്കിടകം, തുലാമാസങ്ങൾ നല്ലതായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് കർക്കിടകം, തുലാം. ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. ആരോഗ്യപരമായിട്ട് പൊതുവെ നല്ല മാസമാണ്. എന്നാൽ കന്നി, ധനു മാസങ്ങൾ പൊതുവെ മോശമായിട്ട് കാണുന്നു. വ്യക്തിപരമായി മോശം, ആരോഗ്യപരമായി മോശം, തൊഴിൽപരമായി മോശം, ജോലിക്ക്, പ്രമോഷനിലെ തടസ്സങ്ങൾ, മനസമാധാനക്കുറവ്, ടെൻഷൻ, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമായിട്ട് കാണുന്നു. വൃശ്ചിക മാസത്തിലാണ് ജനിച്ചതെങ്കിൽ കർക്കിടക, കുംഭമാസങ്ങൾ നല്ലതായിട്ട് കാണുന്നുണ്ട്. പ്രോപ്പർട്ടിയെല്ലാം വാങ്ങാൻ നല്ലത് മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. കുടുംബപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് പൊതുവെ നല്ല മാസമാണ് കർക്കിടകം, കുംഭം. ദാമ്പത്യപരമായിട്ട് പൊതുവെ നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന മാസം കർക്കിടകവും കുംഭവുമാണ്. എന്നാൽ മേടം, മകരമാസങ്ങൾ വളരെ മോശമായിട്ട് കാണുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. ധനുമാസത്തിൽ ജനിച്ചവർക്ക് മേടം, ഇടവം, വൃശ്ചിക മാസങ്ങൾ വളരെ മോശമായിട്ട് കാണുന്നു. മേടം, ഇടവം, വൃശ്ചിക മാസങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷന് തടസ്സം, കേസ് വഴക്കുകളിലൊന്നും തലയിടാതെ നോക്കണം. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മോശം കാണുന്നുണ്ട്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. സഹോദരങ്ങൾക്കും നല്ല സമയമല്ല. മറ്റുള്ള മാസങ്ങളിൽ കുറച്ചെങ്കിലും ഒരു നല്ലതായിട്ട് തോന്നുന്നത് മേടം, ഇടവം, വൃശ്ചിക മാസങ്ങളാണ്. അതുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് മേടം, ഇടവം, വൃശ്ചിക മാസങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത്. മകരമാസത്തിൽ ജനിച്ചവർക്ക് ഈ കർക്കിടകം, തുലാം, കുംഭം മാസങ്ങൾ നല്ലതായിട്ട് കാണുന്നുണ്ട്. ആ കാര്യത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം കുറേ വിജയം നേടാം. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വല്ല ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് ആ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ ഇടവം, മിഥുനം, ധനുമാസങ്ങൾ മോശമായിട്ട് കാണുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസമാധാനക്കുറവ്, തൊഴിൽ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. കുംഭമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ തുലാമും കുംഭവും നല്ല മാസമായിട്ട് കാണുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. വസ്തു വാങ്ങാനും വിൽക്കാനും വീട് നിർമ്മാണം ഇതിനെല്ലാം പറ്റിയൊരു പീരീഡ് തുലാമോ കുംഭമോ ആണ്. കുടുംബപരമായിട്ട് നല്ലതായിട്ട് കാണുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഈ മാസങ്ങൾ നല്ലതായിട്ട് കാണുന്നു. എന്നാൽ മേടം, മിഥുനം, മകരമാസങ്ങൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ തുലാമാസമാണ് നല്ലതായിട്ട് കാണുന്നത്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തുലാ മാസത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. സഹോദരങ്ങൾക്കെല്ലാം നല്ല മാസമായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹം തോന്നുന്ന ഒരു മാസം തുലാമാണ്. പക്ഷേ ഇടവം, ചിങ്ങമാസങ്ങൾ വളരെ മോശമായിട്ടും കാണുന്നുണ്ട്. വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മോശം, തൊഴിൽപരമായ കാര്യങ്ങൾക്ക് മോശം, ജോലിക്ക്, പ്രമോഷൻ തടസ്സങ്ങൾ, ട്രാൻസ്ഫർ ഉണ്ടാവുക, ഏകാന്തത അനുഭവപ്പെടുക, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, വേണ്ടാത്ത കേസിലെല്ലാം കൊണ്ട് തലയിടുക, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് ഒരു ആവറേജ് പീരീഡാണെന്ന് പറയാം. അതിൽ ചില മാസങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ മാസങ്ങളുണ്ട്, ചിലത് കുറച്ച് മോശം മാസമായിട്ടും കാണുന്നു.